ഹലോ. അപ്പോൾ നമ്മുടെ വിഷു വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ വിഷു ആഘോഷം വളരെ കെങ്കേമമായിട്ടൊന്നും നടന്നില്ലെങ്കിലും വളരെ ചെറിയ രീതിയിലുള്ള കണികളൊക്കെ നമ്മൾ ഒരുക്കി, ചെറിയൊരു വിഷുക്കണിയൊക്കെ ഒരുക്കി നമ്മൾ വിഷു സദ്യയൊന്നും ഉണ്ടാക്കിയില്ല. കുറച്ച് ബീറ്റ്റൂട്ട് കറിയും കുറച്ച് പന്നിയും അതുപോലെ കുറച്ച് അവിയൽ കറിയും മാത്രമാണ് നമ്മൾ വിഷുവിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയത്. പിന്നെ നമ്മൾ തലേദിവസം പടക്കമൊക്കെ മേടിച്ച് പൊട്ടിച്ചായിരിക്കും നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിലുള്ള വിഷു ആഘോഷം എന്ന് പറയുന്നത് എപ്പോഴും അമ്മയുടെ വീട്ടിലായിരുന്നു കേട്ടോ. അമ്മ വീട് കോടനാടാണ്, നമ്മുടെ ആന പരിശീലന കേന്ദ്രത്തിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ എല്ലാ വർഷവും വിഷു അവിടെ തന്നെയാണ് ആഘോഷിക്കുക. വിഷുവും ഓണവും ഒക്കെ നമ്മൾ ആഘോഷിക്കുന്ന അവരുടെ വീട്ടിലാണ് കേട്ടോ. അമ്മയുടെ ചേച്ചിമാർ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഓരോരുത്തർക്കുടെ വീടുകളിൽ മാറി മാറി നമ്മൾ ആഘോഷിക്കും. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് ഒരുപാട് വിഷുക്കൈനീട്ടും വിഷുക്കോടിയൊക്കെ നമുക്ക് ചിട്ടയും ചാച്ചനൊക്കെ മേടിച്ചു തരും കേട്ടോ. ആ ഓർമ്മ എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് ഓർത്തിരിക്കുമ്പം അവിടെ മാങ്ങ പറിക്കുന്നതും വിഷുക്കണി ഒരുക്കുന്നതും ഓണാഘോഷം നടത്തുന്നതും ഒക്കെയുള്ളൊരു ഓർമ്മ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഓർമ്മയാണ്. ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികൾക്കൊന്നും അത്തരമൊരു ഓർമ്മകളൊന്നും അധികം കിട്ടാൻ സാധ്യതയില്ല. കാരണം എൻ്റെ മക്കൾക്കായാലും അമ്മ വീട്ടിലേക്ക് പോയി വിഷു ആഘോഷിക്കുക എന്ന് പറയുന്നൊരു സാധനമൊന്നും ഇപ്പോൾ ഇല്ല. പക്ഷെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല, ടി വി കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കളിക്കാൻ ഉള്ള സ്ഥലം നോക്കിയിട്ട് പോകും. അപ്പോൾ ഏറ്റവും കൂടുതൽ പിള്ളേരുള്ളത് അമ്മ വീട്ടിലായിരിക്കും. പക്ഷേ എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ അമ്മ വീട്ടിലാണ് നമ്മൾ ചിലവഴിച്ചത്. കുറേ കാലം കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഡിറ്റാച്ച്മെൻറ്റിലായിട്ട് മാറുന്നൊരു സാഹചര്യവും കണ്ടുവരുന്നുണ്ട് കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ അടുപ്പം ചെറുപ്പത്തിൽ അവരോടാണെങ്കിലും വലുതായി വരുന്തോറും ആ ഒരു കണക്ഷൻ കുറവ് എപ്പോഴും നമുക്കത് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വിഷു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാളിന് നമ്മൾ പോയി. മല കയറാനല്ല, ജസ്റ്റ് അവിടെ വൈകിട്ടൊക്കെ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വൈകിട്ടൊക്കെ ഞങ്ങൾ എന്നും പോകുമായിരുന്നു. ഇപ്പം അതിനൊന്നും സാധിക്കാത്തതുകൊണ്ട് വിഷുവിൻ്റെ അന്ന് വൈകിട്ട് നമ്മൾ അവിടെയൊക്കെ പോയി വെറുതെ തോമസ് ലീഹയുടെ ഒക്കെ അടുത്ത് അവിടെ പോയിരുന്ന ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് നമ്മൾ തിരികെ വന്നു. അപ്പോൾ അതും നമുക്ക് ഭയങ്കര മെമ്മറിയാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ അതൊക്കെ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കരച്ചിലും ഒച്ചപ്പാടും ബഹളമൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്കതൊരു ആഘോഷവും ഞങ്ങൾക്കതൊരു സന്തോഷവുമാണ്. ഈ മലയാറ്റൂർ പോയി അവിടെ തോമസ് ലീഹയുടെ കൽമണ്ഡപത്തിന് താഴെ ഇരിക്കുക, കടകളിൽ കയറുക, സാധനങ്ങൾ കാണുക, ഒന്നും കാശില്ല എങ്കിൽ പോലും, ഒന്നും വാങ്ങിയില്ലെങ്കിൽ പോലും നമ്മളിതൊക്കെ കാണുക എന്ന് പറയുന്നൊരു സന്തോഷം അതൊന്നും വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പടക്കം പൊട്ടിക്കുന്നൊരു കാഴ്ചയാണ് കേട്ടോ. കുട്ടികളെല്ലാവരും കൂടിയൊക്കെ പടക്കം പൊട്ടിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച പടക്കത്തിൻ്റെ കുറച്ച് ബാലൻസൊക്കെ ഇരിപ്പുണ്ടായി. അപ്പോൾ അതൊക്കെ മേടിച്ച് പൊട്ടിച്ച്, അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ്. കാരണം ഒരുപാട് കുട്ടികളൊക്കെ ഒരുമിച്ച് നിന്ന് ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ റെയറാണ്.